Question number 11 നോക്കാം. The number of ways to distribute 10 identical red pens and 14 identical blue pens among 4 persons such that each person gets 6 pens എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് മൊത്തം നമ്മുടെ കയ്യിൽ എത്ര പെൻസ് ഉണ്ട്? 24 പെൻസ് ഉണ്ട്. ഈച്ച് പേഴ്സൺ ഗെറ്റ് 6 പെൻ. അപ്പൊ ഓരോരുത്തർക്ക് ഐത്ത് പേഴ്സണിന് കിട്ടുന്ന റെഡ് പെന്നിന്റെ എണ്ണം x1 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് ആൾക്ക് 6 - x1 എന്ത് കിട്ടും? ബ്ലൂ പെൻ കിട്ടും. നമുക്ക് x1 + x2 + x3 + x4 is equal to 10 and 0 less than or equal to xi less than or equal to 6. ഇത് സോൾവ് ചെയ്താൽ മതി. കാരണം റെഡ് പെന്നുകളുടെ എണ്ണാണ് x1 x2 x3 x4 എഴുതിയിരിക്കുന്നത്. കറസ്പോണ്ടിംഗ്ലി ബ്ലൂ പെൻ എത്ര ആയിരിക്കും? 6 - കാരണം ടോട്ടൽ ഓരോരുത്തർക്ക് എത്ര വെച്ച് കിട്ടണം? 6 വെച്ച് കിട്ടണം. അപ്പൊ ഇവിടെ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാം സിമ്പിൾ ആയിട്ട്. സോ ദിസ് വിൽ ബി ദ കോഎഫിഷ്യന്റ് ഓഫ് x power 10 in the expansion of x power 0 plus x power 1 പ്ലസ് അപ് ടു എത്ര വരെ? x power 6 വരെ പോവാം. അങ്ങനെ എത്ര പേരുണ്ട്? 4 പേര് raised to 4. അപ്പോൾ ഇത് കിട്ടാൻ പോണത് കോഎഫിഷ്യന്റ് ഓഫ് x power 10 in the expansion of 1 - x power 7 divided by 1 - x whole power 4 ആണ്. ഇത് 1 - x power 7 whole power 4 into 1 - x whole power -4 എന്ന് വരും. അപ്പോൾ ഇവിടെ this is going to be coefficient of x power 10 in എന്തായിരിക്കും? ഇവിടെ 1 - 4c1 into x raised to 7. പിന്നത്തെ ടേം എഴുതേണ്ട കാരണം x power 14 കൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, ഇപ്പുറത്തെ എഴുതുമ്പോൾ എന്തായിരിക്കും? ഇത് 1 + 4c1x + 5c2x² + 6c3 x³ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ x power 10 എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ കൂടെ ആര് വരും? 1ന്റെ കൂടെ അവിടുത്തെ x power 10 വരണം. അവിടുത്തെ x power 10 എന്ന് പറയുമ്പോൾ എത്ര വരാൻ പോണത്? 13c10 ആയിരിക്കും. ഓക്കെ, പിന്നെ x power 7ന്റെ കൂടെ x power 3 വരണം. അപ്പൊ -4c1 into 6c3 ഇങ്ങനെ വരാൻ പോണത്. അപ്പൊ 13c10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 into 12 into 11 divided by 6 -4 into 20. അപ്പോ ഇവിടെ അത് 2 വരും. 13 into 22 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. 13 into 22 286 - 80 എന്ന് വരും. 286 - 80 എന്നാണ് വരാൻ പോണത്. ഫൈനലി ആൻസർ 206 ആണ് ആൻസർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.